നിങ്ങളുടെ ഫേവറിറ്റ് ഇന്ത്യൻ ആനിമേറ്റഡ് മൂവി ഏതാ? പറ, വെക്കം പറ. കിട്ടുന്നില്ല അല്ലേ? ഫേവറിറ്റ് ഹോളിവുഡ് ആനിമേറ്റഡ് മൂവി ആയാലോ? ഐസ് ഏജ്, കുംഫു പാണ്ട, ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ, കാർസ്, അങ്ങനെ കുറേ എണ്ണം മൈൻഡിൽ വന്നില്ലേ? ഇന്ത്യൻ ആനിമേറ്റഡ് മൂവി ചോദിച്ചപ്പോൾ എന്തായിരിക്കും ഒന്നും മൈൻഡിൽ വരാത്ത? എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യയിൽ നല്ല അടിപൊളി ആനിമേഷൻ മൂവീസ് ഇറങ്ങാത്തത്? ബാ നമുക്ക് നോക്കാം. കുറച്ച് നാൾ മുമ്പ് ഞാൻ നേഷ 2 എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ആനിമേറ്റഡ് മൂവി കണ്ടു. ഇന്ത്യയിൽ വളരെ ലിമിറ്റഡ് തിയേറ്ററിൽ മാത്രമേ ആ പടം റിലീസായുള്ളൂ. ആ പടം തിയേറ്ററിൽ പോയി കണ്ടവർക്കറിയാം എത്രയ്ക്ക് അടിപൊളിയായിരുന്നു അതിൻ്റെ ആനിമേഷൻ. ഇതിപ്പോൾ ഇവിടെ പറയുന്നത് എന്തിനാണെന്നല്ലേ? കാര്യമുണ്ട്. ആ ഒരു പടം ആദ്യം റിലീസ് ചെയ്ത് ചൈനയിൽ മാത്രമാണ്. എന്നിട്ട് പോലും ആ പടം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ ആനിമേറ്റഡ് മൂവിയായി മാറി. ഇപ്പോൾ നിങ്ങൾ പോയിട്ട് ഹൈയസ്റ്റ് ഗ്രോസിംഗ് മൂവി ഓഫ് ഓൾ ടൈം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റിൽ കുറേ ആനിമേറ്റഡ് മൂവീസ് കാണാം. പക്ഷേ സെയിം സംഭവം ഹൈയസ്റ്റ് ഗ്രോസിംഗ് മൂവീസ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ആനിമേറ്റഡ് മൂവിയും കാണാൻ പറ്റില്ല. അല്ലേ വേണ്ട, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫേവറിറ്റ് ഇന്ത്യൻ ആനിമേറ്റഡ് മൂവി ഏതാ? ഒരു 3 എണ്ണം പറയാം. ഏതെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഇനി ഇന്ത്യയിൽ അങ്ങനെ ആനിമേറ്റഡ് മൂവീസ് ഇറങ്ങാറില്ലേ? എന്താ സംഭവം? ആ ഒരു ഏരിയ ശരിക്കും യൂട്ടിലൈസ് ചെയ്താണ്ട് ഇങ്ങനെ കിടക്കുവാണ് ഇന്ത്യയിൽ. ആ ഒരു മാർക്കറ്റ്, വലിയൊരു ഹ്യൂജ് മാർക്കറ്റ് ഉണ്ട് അവിടെ. അത് ശരിക്കും ആരും യൂസ് ചെയ്യുന്നില്ല. അത് എന്തായിരിക്കും കാരണം? ഇന്ത്യയിൽ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വമ്പൻ മാർക്കറ്റാണ് ആനിമേഷൻ മൂവീസ്. ജപ്പാനിലും ചൈനയിലൊക്കെ അവരുടെ രീതിയിൽ ആനിമേഷൻ ചെയ്ത് വമ്പൻ വ്യൂവർഷിപ്പാണ് ഇപ്പോൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയിൽ അത് പറ്റുന്നില്ല? ഇന്ത്യയിലും ഉണ്ട് ആനിമേറ്റഡ് മൂവീസ്. ഒരു 2000-2010 കാലഘട്ടത്തിൽ ഒരുപാട് ബോളിവുഡ് ആനിമേഷൻ മൂവീസ് ഇറങ്ങിയായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ വിചാരിച്ചു ഇന്ത്യൻ ആനിമേഷൻ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ടൊരു ബൂം ചെയ്യാൻ പോകുന്നൊരു ടൈമാണെന്നാണ് ആ ഒരു ടൈം വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഈവൻ നമ്മുടെ കേരളത്തിൽ 1993 ലൈവ് ആക്ഷൻ ആനിമേറ്റഡ് മൂവി ഇറങ്ങിയായിരുന്നു. ഏതാണെന്നല്ലേ? ഓഫാബി. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈവ് ആക്ഷൻ ആനിമേറ്റഡ് മൂവി. ഇത്രയും ചെറിയ ഇൻഡസ്ട്രി ആയ കേരളത്തിൽ നിന്ന് വരെ അങ്ങനെ ഒരു പടം അന്ന് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് ആദ്യത്തെ 3D പടം ഇറക്കിയത്. ഏതാണെന്നറിയാലോ? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. പിന്നീട് പക്ഷെ അങ്ങനെ ഒരു ലൈവ് ആക്ഷനോ അല്ലെങ്കിൽ നോർമൽ ആനിമേഷൻ മൂവിയോ ഒന്നും നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിക്കണ്ടില്ല. വലിയ വലിയ സ്റ്റുഡിയോസ് ഒന്നും തന്നെ ആനിമേഷൻ മൂവീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്തായിരിക്കും? ഈ സ്റ്റുഡിയോസ് ഒന്നും ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇന്ത്യയിൽ ഇറങ്ങിയ മിക്ക ആനിമേഷൻ മൂവീസും ഫ്ലോപ്പായിരുന്നു. അങ്ങനെ ഫ്ലോപ്പ് ആവാൻ കാരണം എന്തായിരിക്കും? അതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ നമ്മളോട് ചോദിച്ചാൽ തന്നെ ഇന്ത്യയിലെ ഒരു അനിമേഷൻ മൂവി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഒന്നുമില്ല. ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനിമേഷൻ മൂവി പോലും ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ ഇറങ്ങുന്ന അനിമേഷൻ മൂവീൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ്. ആ ടൈമിൽ ഇറങ്ങുന്ന ഹോളിവുഡ് ആനിമേറ്റഡ് മൂവി വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒട്ടും തീരെ ക്വാളിറ്റി ഇല്ലാത്ത മൂവീസാണ് ഇന്ത്യയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെയുള്ള മേജറായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കഥയാണ്. ഭയങ്കര പുവറായിട്ടുള്ള സ്റ്റോറി സെലക്ഷനാണ് ഇന്ത്യയിൽ ഇറങ്ങിയ ആനിമേറ്റഡ് മൂവീസിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഇറങ്ങിയ ആനിമേറ്റഡ് മൂവീസ് എല്ലാം ഫ്ലോപ്പായി കഴിയുമ്പോൾ പിന്നെ ആരെങ്കിലും അതിനകത്തേട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുമോ? അതുകൊണ്ടാണ് ഈ സ്റ്റുഡിയോസും പ്രൊഡക്ഷൻ കമ്പനീസും ഒന്നും ഈ ആനിമേറ്റഡ് മൂവിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാത്തത്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കും ഈ പടങ്ങളൊക്കെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് ഫ്ലോപ്പ് ആവാൻ കാരണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും വലിയ റീസൺ അതിൻ്റെ പുവർ ക്വാളിറ്റി തന്നെയാണ്. അതിന് കാരണം എന്തായിരിക്കും? നമ്മുടെ നാട്ടിൽ അതിന് പറ്റിയ ടെക്നീഷ്യന്മാർ ഇല്ലാത്തതുകൊണ്ടാണോ? ഒരിക്കലും അല്ല. ഹോളിവുഡിൽ ഇറങ്ങുന്ന പല ബിഗ് ബഡ്ജറ്റ് മൂവീസിൻ്റെ അനിമേഷനും VFXും എല്ലാം ഇന്ത്യയിലെ പല കമ്പനികളുമാണ് ചെയ്തു കൊടുക്കുന്നത്. കാരണം അവിടുത്തെക്കാളും പൈസ കുറവാണ് ഇന്ത്യയിൽ നിന്ന് ചെയ്യുമ്പോൾ. അതിനർത്ഥം എന്താ? ഇന്ത്യയിലും ഉണ്ട് ഒരുപാട് പേര് അനിമേഷൻ ചെയ്യുന്ന, നല്ല അടിപൊളിയായിട്ട് അനിമേഷൻ ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം ഇന്ത്യയിൽ ഇത് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നില്ല. അതിനുള്ള മെയിൻ കാരണം ഇന്ത്യയിലെ സാലറിയാണ്. ഇന്ത്യയിൽ ശരിക്കും അനിമേഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും വലിയ സാലറി ഒന്നും കിട്ടുന്നില്ല. അവർ നേരെ കുറച്ച് കഴിയുമ്പം പുറം രാജ്യങ്ങളിലേക്ക് പോകും. എന്നിട്ട് ഡിസ്നിയോ പിക്സാറോ അങ്ങനെ വലിയ വലിയ കമ്പനികളിൽ ജോയിൻ ചെയ്യും. അവിടെ അവർക്ക് എന്താ നല്ല സാലറിയും കിട്ടും. അതിനനുസരിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റി കൂടുകയും ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അവരുടെ നെയിം അത് ക്രെഡിറ്റ്സിൽ വരും. അത് ഭയങ്കര ഒരു സംഭവമാണ്. ഏതൊരു ക്രിയേറ്റർക്കും അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ നെയിം ക്രെഡിറ്റ്സിൽ വരുന്നത്, ക്രെഡിറ്റ് കിട്ടുന്നത്, അത് ശരിക്കും ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെയുള്ളൊരു വലിയ കാര്യം, ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അനിമേഷനൊക്കെ പഠിച്ച് ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ സ്കില്ലൊന്നും പുറത്തെടുക്കാൻ ഇവിടെ പറ്റുന്നില്ല.
എന്താണോ ചെയ്യാൻ പറയുന്നത് പറഞ്ഞൊരു ടാസ്ക് വരുന്നു, അത് ചെയ്തു കൊടുക്കുന്നു. അതിന് മുകളിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് പണി തീർത്തിട്ട് കിട്ടുന്ന പൈസ വാങ്ങി വീട്ടിൽ പോകുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ആനിമേഷൻ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമേ ഇവിടെയുള്ളൂ. അതല്ലാതെ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ പഠിപ്പിക്കുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഒരെണ്ണം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഒരു സംഭവം ശരിക്കും ഇന്ത്യയിലില്ല. പിന്നെ ഇന്ത്യയിൽ ഇതിനോട് പാഷനേറ്റ് ചെയ്ത് ഒരു നല്ല ടീം വെച്ച് ഉണ്ടാക്കിയ ഒരു മൂവി എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു മൂവി ഇല്ല ശരിക്കും. സോ ഒരു പ്രോപ്പർ ടീം സെറ്റ് ചെയ്യണം വിത്ത് പാഷനേറ്റ് ആൻഡ് ക്രിയേറ്റീവ് പീപ്പിൾ. അവരെ മെൻറ്റർ ചെയ്യാൻ ഓൾറെഡി ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയും കൂടെ കിട്ടിയാൽ സൂപ്പർ. അപ്പോൾ ടീം സെറ്റായി. ഇനി അടുത്ത പോയിന്റ്, ബഡ്ജറ്റ്. അതൊരു വലിയ പോയിൻ്റാണ്. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ ഹോളിവുഡിൽ ഇറങ്ങുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റ് ഭയങ്കര വലുതായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സൂപ്പർ മാരിയോ ബ്രോസ് നോക്കിക്കഴിഞ്ഞാൽ 100 മില്യനാണ് അതിൻ്റെ ബഡ്ജറ്റ്. 100 മില്യൺ എന്ന് പറയുമ്പം ഇന്ത്യയിലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 മില്യൺ US$ കേട്ടോ. അപ്പോൾ ഇന്ത്യൻ റുപ്പീസിലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 860 കോടി രൂപ വരും. ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയ പടം എന്ന് പറഞ്ഞാൽ കൽക്കിയാണ്. അതിന് തന്നെ ഏകദേശം 600-650 കോടിയാണ് ആയിട്ടുള്ളത്. അപ്പോൾ തന്നെ ആ ഒരു സ്കെയിൽ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇപ്പോൾ മനസ്സിലായല്ലോ ക്വാളിറ്റി കുറയുന്നതിൻ്റെ ആ ഒരു കാരണം. അടുത്ത പോയിന്റ്, നമുക്ക് നല്ല റൈറ്റേഴ്സ് ഇല്ല. ഇവിടെ ഇറങ്ങുന്ന മൂവികളെല്ലാം കിഡ്സിനെ ടാർഗറ്റ് ചെയ്ത് മാത്രമാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ നമുക്കൊരു ഹോളിവുഡ് മൂവി എടുത്തു നോക്കാം. പണ്ട് ചെറുപ്പത്തിൽ ചെറുതായിരിക്കുമ്പം കുംഫു പാണ്ട 1 കണ്ട ഒരാൾ വലുതായി കഴിയുമ്പം കുംഫു പാണ്ട 4 വന്നു കഴിഞ്ഞാൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണും. അങ്ങനെയാണ് ആ ഒരു ഫ്രാഞ്ചൈസി അവരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ബോത്ത് കിഡ്സിനും അഡൾട്ട്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അനിമേഷൻ മൂവീസ് എന്ന് പറഞ്ഞാൽ കാർട്ടൂണാണ്. പണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കൊക്കെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കണം. അപ്പോൾ പാരൻസ് എന്താ ചിന്തിക്കുന്നത്, കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കാണേണ്ട സാധനമാണെന്നാണ് ഇവിടെയുള്ളൊരു വെപ്പ്. അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള ഫിലിം മേക്കേഴ്സ്, അതായത് അനിമേഷൻ മൂവി ചെയ്യുന്ന ആൾക്കാർ കേട്ടോ, പടം പടച്ചുവിടുന്നത്. അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേർക്ക് പടം കാണാൻ പോകണമെങ്കിൽ, അത് തിയേറ്ററിൽ പടം കാണാൻ പോകണമെങ്കിൽ പാരൻസ് വരണല്ലോ. അവർ വന്നിട്ട് അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിലെന്താ കാര്യമുള്ളത്? അവരെങ്ങനെ ഇരിക്കും? ഇന്ത്യയിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൈസ മുടക്കി എടുത്ത ഒരു അനിമേഷൻ മൂവിയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ രജനീകാന്തിനെയൊക്കെ വെച്ച് ചെയ്ത കൊച്ചാടിയൻ. അത് ഭയങ്കര ഒരു ഫ്ലോപ്പായിപ്പോയി പടം. അതെനിക്ക് തോന്നുന്നു അവർക്ക് കാസ്റ്റിന് തന്നെ കൊടുത്ത പൈസ ഭയങ്കര കൂടുതലായിട്ടുണ്ടാവണം. അത് കാരണമായിരിക്കണം അത്രയും ഒരു 120 കോടി എന്നുള്ള ഒരു എമൗണ്ടൊക്കെ വന്നത്. കാരണം അതിൻ്റെ അനിമേഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര പത്തറ്റിക്കായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു അടുത്ത പോയിന്റ്. ഇന്ത്യയിലെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ സ്റ്റാർ വാല്യൂ ആണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ അവതാർ എന്ന് പറഞ്ഞ മൂവി എടുത്ത് നോക്കാം. അതിനകത്ത് നായകനെ നോക്ക്, വലിയ വാല്യൂം സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത ഒരാളെയാണ് അത്രയും വലിയൊരു പടത്തിലെ മെയിൻ നായകനാക്കിയത്. ഇപ്പം ഇന്ത്യയിലാണ് ആ പടം വരുന്നതെങ്കിലോ, ഇന്ത്യയിൽ ഒരു പടം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഒരു പടം ഉണ്ടാക്കുകയാണ്, ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ഒരു പടം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലൊരു പുതുമുഖത്തിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ സ്റ്റാറായി എല്ലാവരുടെയും ഫേസ്, അതായത് എല്ലാവർക്കും അറിയുന്ന ഒരാളെ വെച്ച് ആ സ്റ്റാർ വാല്യൂ നോക്കി മാത്രമാണ് ഇന്ത്യയിൽ പടം ഉണ്ടാക്കുകയുള്ളൂ, ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, 800 കോടി മുടക്കി ഒരു അനിമേഷൻ മൂവി എടുക്കാൻ ഏതെങ്കിലും പ്രൊഡ്യൂസർ വരുമെന്ന്? ഒരിക്കലുമില്ല, വരില്ല. നമ്മൾ ശരിക്കും സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണല്ലോ. ആ ടൈമിൽ ഇത്രയും വലിയ പൈസ മുടക്കി ചെയ്യണമെന്നൊന്നുമില്ല. നല്ല കഥ, ഓർത്തിരിക്കാൻ പറ്റിയ ക്യാരക്ടേഴ്സ്, അങ്ങനെ കുറച്ച് സംഭവം വെച്ചിട്ട് ഒരു പടം വരുവാണെങ്കിൽ തീർച്ചയായും ഹിറ്റാവും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പണ്ട് നമ്മൾ കണ്ട ഹോളിവുഡ് ആനിമേഷൻ മൂവീസ് ലൈക്ക് കുംഫു പാണ്ട, ഐസ് ഏജ്, അതൊക്കെ ഇപ്പോൾ വന്നാലും നമ്മളിരുന്ന് കാണും. അതാണ് ആ പടത്തിൻ്റെയൊക്കെ ഒരു വിജയം. കാരണം നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, ഇപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വേണം ഇന്ത്യയിലും അനിമേഷൻ മൂവീസ് എടുക്കുമ്പം അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാവാൻ. അല്ലാതെ കിഡ്സിനെ മാത്രം ഫോക്കസ് ചെയ്താവരുത്. എന്താണ് നിങ്ങളുടെ ഇന്ത്യൻ ആനിമേഷൻ മൂവികളെക്കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. പുതിയൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ എം ഷൈനിങ് ഓഫ് ഫ്രം M&E Talks.